നമ്മുടെ മില്യൻ ബെൽസ് എങ്ങനെയാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വന്നത്, നമ്മൾ എന്തൊക്കെയാണ് മില്യൻ ബെൽസിന് കൊടുക്കുന്ന കെയർ കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ പ്രൊപ്പഗേഷൻ്റെ കാര്യം എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നമ്മുടെ ഓറഞ്ച് മില്യൻ ബെൽസ് ഇതുപോലെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ബുഷിയാക്കി മാറ്റണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഇന്ന് ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ വെട്ടം കിട്ടുന്ന, അതായത് വെളിച്ചം ഏത് ഡയറക്ഷനിലാണോ വരുന്നത് ആ ഒരു ദിശയിലോട്ട് ആയിരിക്കും പ്ലാന്റ് എപ്പോഴും വളർന്നു പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, മില്യൻ ബെൽസിന് കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്തിരിക്കണം. ഇല്ലാച്ചാൽ ഇങ്ങനെ നീണ്ട് ഒരേ തണ്ടായിട്ട് പോയിട്ട് അതിലായിരിക്കും പൂവ് പിടിക്കുന്നത്. ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇതുപോലെ വരില്ല കേട്ടോ. ഇതൊരു വൈറ്റിൻ്റെ ഡബിൾ പെറ്റൽ മില്യൻ ബെൽസ് ആണ്. നന്നായിട്ട് ബ്രാഞ്ച് വീശിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ കൂട്ടിന് പ്രകാശം ഏത് ഡയറക്ഷനിലാണോ കിട്ടുന്നത് ആ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും പ്ലാന്റ് വളരുന്നത് കേട്ടോ. അതാണ് ആ വെള്ള ഒരു ഏരിയയിൽ മാത്രം ഇങ്ങനെ കവറായി നിൽക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഓറഞ്ചിൻ്റെ മില്യൻ ബെൽസ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. രണ്ട് പ്ലാന്റ്, അതായത് ആദ്യം കാണിച്ചതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ്. അതിൽ നിന്ന് ഞാൻ രണ്ടാമത് കട്ട് ചെയ്താക്കിയ പ്ലാന്റാണ് ഈ ഒരു ഓറഞ്ച്. അപ്പോൾ ആദ്യത്തെ ഓറഞ്ച് ഒന്ന് പ്രൂൺ ചെയ്യുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മൾ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പ്ലാന്റുകൾ വളർത്തുന്നത്. ഇതുപോലെ ബുഷാക്കി വേണം നമ്മൾ ഓരോ തണ്ടുകളും കൊണ്ടുവരാനായിട്ട്. എന്നാൽ മാത്രമേ ഇങ്ങനെ കറക്റ്റായിട്ട് ഒന്നിടവിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെഡിൻ്റെ ഒരു പ്ലാന്റാണ്. ചെറുതായിട്ട് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു കോംബോ വാങ്ങിയ മില്യൻ ബെൽസിൻ്റെ അവസ്ഥ കാണിച്ചു തരാവേ. നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് കിട്ടിയപ്പോൾ ഈ ഒരു ലാവൻഡർ വൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഈ കാണുന്ന കണക്കിന് ബുഷാക്കി എടുത്തതാണ് നമ്മൾ. ഇതിൽ മീലി ബഗ്സിൻ്റെ ഒരുപാട് ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്തടിച്ചിട്ടും അങ്ങോട്ട് കൺട്രോൾ ആയില്ല. മാജിക്ക് 1 ml 1 ലിറ്റർ വെള്ളത്തിലൊന്ന് അടിച്ചപ്പോൾ കറക്റ്റായിട്ടും കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ച് ഞാൻ നേരത്തെ പൂക്കൂടായിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ പൂക്കൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പ്ലാന്റ് വളർത്തുന്നത്. ഇപ്പോൾ മില്യൻ ബെൽസിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇല്ലാത്തവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടാകും. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാന്റിൻ്റെ ഹെൽത്താണല്ലോ മെയിനായിട്ടുള്ളത്. പിന്നെ ഇനിയൊരു മില്യൻ ബെൽസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു നഴ്സറി പ്ലാന്റ് ആണ് കേട്ടോ, മില്യൻ ബെൽസിൻ്റെ. അപ്പോൾ അത്യാവശ്യം റൂട്ട് ഒക്കെ വന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ ഫോട്ടോയോട് കൂടി എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു മണ്ണിൽ വേരോട്ടം ഭയങ്കരമായിട്ട് കുറവാണ്. നമ്മൾ കറക്റ്റ് മണ്ണ് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഈ പ്ലാന്റിന് വേരോട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റായിട്ട് പോലും ഇതിൻ്റെ അടിഭാഗത്തോട്ട് അങ്ങനെ വേര് പടർന്നിറങ്ങിയിട്ടില്ല. അപ്പം മനസ്സിലായല്ലോ നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ നെഗറ്റീവാണത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാനായിട്ട് അറിയാമല്ലോ, നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ ഡെഡായിട്ടുള്ള ഒരു പോട്ടി മിക്സിനെ ഒന്നുകൂടെ എടുത്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നടുന്നത്. മില്യൻ ബെൽസ് നടുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. റൂട്ട് പിടിപ്പിച്ച് പ്ലാന്റ്സിനെ വളങ്ങൾ ഉപയോഗിച്ച് നടാം, വളങ്ങൾ ഉപയോഗിക്കാതെ നടാം. ഞാൻ നേരത്തെ വളങ്ങൾ വച്ചിട്ട് നടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അല്ലാണ്ട് നോർമൽ നമുക്ക് ഒരു റൂട്ട് വന്ന പ്ലാന്റിനെ എങ്ങനെ നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഈർപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് ഈർപ്പം മാറുന്നു പോകുന്നതിന് വേണ്ടിയിട്ട് മണലോ പെർലൈറ്റോ ചേർക്കാം. മണൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ പെർലൈറ്റാണ് ചേർക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വാമാണ് കേട്ടോ. വാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫംഗിസൈഡായിട്ട്, അതായത് നമ്മുടെ മണ്ണിലുണ്ടാകുന്ന സംഭവത്തിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ ബെസ്റ്റാണ്. സാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ വാമാണ്. എന്താണെന്ന് വെച്ചാൽ വാമെന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള സൂക്ഷ്മജീവികളെ എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പ്ലാന്റിൻ്റെ റൂട്ടിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇതിൽ വലിയ സോഴ്സും കാര്യങ്ങളും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സാഫാണെങ്കിൽ ഒരു കെമിക്കൽ മാതിരിയുള്ള ഫംഗിസൈഡ് അല്ലേ. ഇതല്ലാണ്ട് അതേ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്ന നാച്ചുറലായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വാമും യൂസ് ചെയ്യാം. വാമാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് കേട്ടോ. നമ്മളെ ഈ കൂടുതലും ഈ കാർഷിക മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വാമാണ് കൂടുതലും അവർ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാം യൂസ് ചെയ്യാൻ നോക്കുക. വാമാകുമ്പോൾ കറക്റ്റ് നമ്മളെ മണ്ണിലുള്ള എല്ലാ സംഭവങ്ങളും നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, മില്യൻ
മിൽസിന് ഗ്രോത്ത് ഉണ്ടെങ്കിലും അതിൻ്റെ ആ റൂട്ട് അത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടില്ല. അതാണ് ഈ ഒരു മണ്ണെടുത്തപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് പിടിച്ച് കിട്ടണതും പിടിച്ച് കിട്ടാത്തതും 50-50 ആണ് കേട്ടോ. ഒരു പക്ഷേ നമ്മുടെ മണ്ണിലോട്ട് ഇത് സെറ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ നമുക്കിത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ തന്നെ എത്രത്തോളം മില്യൺ മിൽസിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്നിട്ട് അവസാനം നമുക്ക് കിട്ടിയത് കണ്ടോ, ചുരുക്കം ചില പ്ലാന്റ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കെയറിങ് കൊടുത്ത് ശ്രദ്ധിച്ചാലും നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊരു പ്ലാന്റ് സെറ്റായാൽ മാത്രമേ നമുക്കതൊരു പൂക്കാലം തരുള്ളൂ കേട്ടോ. ഇല്ലാച്ചാൽ ആ പ്ലാന്റ്സൊക്കെ പോകും. ഭയങ്കര തണുപ്പുള്ള രാജ്യങ്ങളിൽ വളരുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മില്യൺ മിൽസിൻ്റെ പ്ലാന്റും. മില്യൺ മിൽസിൻ്റെ പ്ലാന്റിന് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ, നമുക്ക് ഇവിടെയൊക്കെ സെറ്റ് ആവുന്നതാണ്. പക്ഷേ അങ്ങനെ എല്ലാ പ്ലാന്റ്സും പിടിച്ച് കിട്ടണമെന്നില്ല കേട്ടോ. എനിക്കിവിടെ കൂടുതലും ലാവൻഡർ വൈറ്റാണ് ഓക്കെ ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ പ്ലാന്റ്സും കൊണ്ടുവയ്ക്കുന്നതിനനുസരിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് 2 ആഴ്ച കഴിഞ്ഞ് പ്ലാന്റ് ഒന്ന് സ്റ്റേബിളായിട്ട് എന്തെങ്കിലും ഒരു വളം കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിതിൽ വാം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി സാഫ് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. കാരണം സാഫിൻ്റെ അതേ പ്രോപ്പർട്ടി ഈ ഒരു വാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുത്താൽ മതി. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് സ്റ്റേബിൾ ആകുമ്പോൾ DAP ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്രൂൺ ചെയ്ത് വിടുക കേട്ടോ. അങ്ങനെ ഒരു 2-3 സെക്ഷനായിട്ട് പ്രൂൺ ചെയ്ത് വിടുമ്പോൾ ഒരുവിധം പ്ലാന്റ് ഗ്രോത്തായിട്ട് ഇങ്ങനെ താഴേക്ക് വരാൻ തുടങ്ങും. പിന്നെ ഇതിനകത്ത് സീഡ് ഉണ്ടാവുന്നത് കുറവാണ്, അതുകൊണ്ട് സീഡ് പോഡ് നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിനുണ്ടാകുന്ന നമ്മളെ ആ ഒരു സീഡ് പോഡ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വലിയ സീഡ് ഇല്ല, പക്ഷേ ആ ഒരു സീഡ് പോഡ് കണക്കൊരു സംഭവം വരുമല്ലോ ഫ്ലവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് സെൽഫ് ക്ലീനിങ് ആണ് കേട്ടോ. തന്നെത്താനെ നിന്ന് പൊഴിഞ്ഞു പോകുന്നതാണ്. നമുക്ക് പ്ലാന്റിൻ്റെ ഒരു വൃത്തിയാക്കൽ പരിപാടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാച്ചാൽ അത് അവിടെ നിന്നങ്ങ് പൊക്കോളും. പിന്നെ കൂടുതൽ വെള്ളം നനവുള്ള സ്ഥലത്തൊന്നും കൊണ്ട് വയ്ക്കാതിരിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് സേഫായിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. വെയിൽ വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര തീ വെയിലത്തൊന്നും ആദ്യമേ പ്ലാന്റ് കൊണ്ടുപോയി വയ്ക്കരുത്. ഏതൊരു പ്ലാന്റ് ആയാലും ഇപ്പം നമുക്കൊരു പ്ലാന്റ് കിട്ടുന്നുണ്ടല്ലോ, ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി, ഇതിനെ നമുക്ക് തീ വെയിലത്ത് കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം മനുഷ്യരുടെ കാര്യമായാലും ഓരോ സാഹചര്യങ്ങളിലാണല്ലോ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുപോലെ പ്ലാന്റ് ഒരു നിശ്ചിത താപനിലയിലും അല്ലെങ്കിൽ ഒരു നിശ്ചിത വെളിച്ചത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു പ്ലാന്റിനെ ഡയറക്റ്റായിട്ട് സൺലൈറ്റിലോ അല്ലെങ്കിൽ ഭയങ്കര വെയിലത്തോ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് പോകും. അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിർത്തി പതിയെ വേണം ആ ഒരു പ്ലാന്റിനെ നമ്മളെ കാലാവസ്ഥയായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. പെട്ടെന്ന് നമ്മളൊരു പ്ലാന്റിനെ ഭയങ്കര വെയിലത്തോട്ട് മാറ്റുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ആ പ്ലാന്റിന് ഉണ്ടാവും. ഇല്ലാച്ചാൽ നമ്മളിതിൽ നിന്ന് സാപ്ലിങ്സ് കട്ട് ചെയ്ത് നമ്മൾ തന്നെ പൊടിപ്പിച്ച് നമ്മുടെ മണ്ണിൽ വെച്ച് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് നമുക്ക് സ്വന്തമാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് അത് മിസ്സാവില്ല. അപ്പോൾ അത് പെറ്റൂണി ആയാലും മില്യൺ മിൽസ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ആ ഒരു പ്ലാന്റിനെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെയിലത്തോട്ട് മാറ്റരുത്. പതിയെ ചെറിയ ലൈറ്റിൽ നിന്ന് തുടങ്ങി വേണം വലിയ ബ്രൈറ്റ് ലൈറ്റിലോട്ടൊക്കെ മാറ്റാനായിട്ട്. ഞാൻ ലാവൻഡർ മില്യൺ മിൽസിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാം, അതൊക്കെ നല്ല വെയിലത്താണ് കേട്ടോ വെച്ചിരുന്നത്. അത് ഞാൻ പതിയെ ട്രെയിൻ ചെയ്തിട്ടാണ് അങ്ങനെ കൊണ്ടുവച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ മില്യൺ മിൽസിന് വെയിൽ വേണം. നമുക്ക് ഇളം വെയിലത്തൊന്നും ഭയങ്കരമായിട്ട് ഫ്ലവറിങ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ദേ നമ്മുടെ പോളികാർബണേറ്റ് ഇട്ടിരിക്കുന്ന ഷെഡിനകത്താണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നത്. ഈ ഒരു വണ്ടി വെച്ചിരിക്കുന്ന കാരണം പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇവിടെ ഒരു ചെറിയ ചോർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നേരത്തെ ഞാൻ ഒരു ഓറഞ്ച് കാണിച്ചിട്ടില്ലേ, അതിൻ്റെ വേറൊരു പ്ലാന്റ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്ലാന്റിനെ കട്ട് ചെയ്ത് വിട്ടത്. ഇല്ലാച്ചാൽ ഞാൻ ഒരിക്കലും ആ ഒരു പ്ലാന്റ് ചെയ്യില്ല കേട്ടോ. അത് ആ റെഡാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വിട്ട ഓറഞ്ചായിട്ടുള്ളത്. അങ്ങനെ ആണ് നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യങ്ങളും ഒക്കെ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാറുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കോൾ ചെയ്യരുത്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, പഴയ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്, അതിലൊക്കെ എടുത്ത് മെസ്സേജ് ചെയ്യാം കേട്ടോ. എപ്പോഴായാലും ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് റിപ്ലൈ തരും. പിന്നെ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാതിരിക്കുക, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏതൊരു വീഡിയോയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പെൻ മാർക്കറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ വൈറ്റ്നർ വെച്ചിട്ടാണ് നമ്മൾ സീഡ് ജെർമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ പോണിയുടെ പുറത്ത് എഴുതുന്നത് കേട്ടോ. അപ്പോഴാകുമ്പോൾ അത് മായാതെ നിൽക്കും. പിന്നെ റീയൂസ് ചെയ്യാനായിട്ട് അതിനെ ഒന്ന് മാറ്റിയിട്ടാണ്
നമ്മൾ പിന്നെയും ആ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു 2 ആഴ്ചയ്ക്ക് മേലായ പ്ലാന്റാണ്. ഇതിലിനി വളം കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വിങ്ക ഒന്ന് പെസ്റ്റിൻ്റെ അറ്റാക്ക് വന്നപ്പോൾ താഴേക്ക് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വിങ്കയ്ക്ക് നന്നായിട്ട് മഴ പെയ്തു. അതിൽ ഒരു വിങ്കയുടെ കാര്യം അധോഗതിയായിട്ടുണ്ട്. ബാക്കി പ്ലാന്റ്സൊക്കെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ആ വിങ്കയുടെ ആ സ്റ്റെമ്മ് കണ്ടോ, ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറന്നു പോകരുത്. ഓണ ടൈമിലായിരിക്കും നമുക്ക് ഗിവ് അവേ ഉണ്ടാവുന്നത് കേട്ടോ. ആഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലേ നമ്മൾ എന്തായാലും പ്ലാൻസ് അയക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഓണമാകുമ്പോൾ DTDCയും കാര്യങ്ങളും ഒക്കെ ഡിലേയും അല്ലെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും, ഈ ഡ്രസ് മെറ്റീരിയലൊക്കെ എല്ലാവരും ഓൺലൈനിൽ എടുക്കുന്നത് കൊണ്ട് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓണം കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും കേട്ടോ കൊറിയർ ചെയ്യുന്നത്. പറഞ്ഞ കൂട്ടിന് ഷിപ്പിംഗ് ചാർജ് തരാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ കമൻറ്റ് പിക്കർ വഴിയായിരിക്കും ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് വ്യൂഡ് കമൻറ്റ് സെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കമൻറ്റ്സ് ചെയ്ത് കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 18 കമൻറ്റോളം ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാൻസ് ടിപ്സ് കാര്യങ്ങൾ ഒക്കെ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ നിന്ന് കിട്ടും. ഓരോ ചെറിയ അറിവും ഉപകാരമുള്ളതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മില്യൻ ബെൽസ് ഒരാളെ നിന്ന് കോംബോ വാങ്ങിയതാണ്. ഇതേ കണ്ടോ അവസ്ഥ. ഒരു തരി റൂട്ട് പോലും പുറത്തേക്കോ അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്കോ എങ്ങും കാണാനില്ല. ഈ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും റിപ്ലൈ ചെയ്യില്ല, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് ബിഹേവ് ചെയ്യുവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ കപ്പും എല്ലാം എടുത്ത് മാറ്റിയതെന്ന് വെച്ചാൽ ആരെ പ്ലാന്റാണെന്ന് ആർക്കും മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആരെയും അങ്ങനെ എല്ലാവരും ഈ ഒരു ഫീൽഡിൽ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് പോലും ആരെയും ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പ്ലാന്റ് മാത്രം കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാവേ.